പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുടെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഒന്നുകിൽ മണക്കര കടമ്പുഴ ഈ ടൗണിന് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിംഗ് റോഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സ്ഥല സൗകര്യം ലഭിക്കുമെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തെ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ യാത്രത്തിന് കിട്ടുകൊണ്ട് വരുന്ന വഴി ആ ഭാഗത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും മറ്റേ സഭാ ഹോസ്പിറ്റലിൻ്റെ അവിടത്തേക്ക് ഒരു റോഡ് ബൈപ്പാസായി കൊണ്ടുപോകാൻ പറ്റുമോ എന്നത് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഇതൊക്കെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ യോഗമാണ് നടക്കുന്നത്. നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പഞ്ചായത്ത് അത് അത് രേഖപ്പെടുത്തി ആവശ്യമായ തരത്തിൽ അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് മറ്റ് മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് ഒരു DPR തയ്യാറാക്കി, അല്ലെങ്കിൽ ആവശ്യമായ പ്ലാൻ തയ്യാറാക്കി, പ്രോജക്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ടവരുമായി ഇടപെടിപ്പിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ യോഗമാണ് നടക്കുന്നത്. ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം PWDയും ജലജീവൻ മിഷനും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന വർക്കുകളുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്, റെസ്റ്റോറേഷൻ നടത്തേണ്ടതുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ അത് ഒക്കെ ഏത് തരത്തിൽ എവിടെ വരെ എത്തി എന്ന് അറിയിച്ചാൽ നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. കാടാമ്പുഴയുടെ മുഖച്ഛായ മാറ്റാനായി കർമ്മ പദ്ധതിക്ക് രൂപമാവുന്നു. കാടാമ്പുഴയുടെ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനുമായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് യോഗം വിളിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, PWD ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, KCB ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, കേബിൾ ഓപ്പറേറ്റർമാർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ, ബിൽഡിംഗ് ഓണർമാർ എന്നിവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത്. കാടാമ്പുഴ ടൗണിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ബൃഹത് പദ്ധതികളുടെ ചർച്ചകളാണ് യോഗത്തിൽ നടന്നത്. കാടാമ്പുഴ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ടൗണിൽ ഗതാഗതക്കുരുക്ക് പരിഹരിച്ച് യാത്രാ സൗകര്യമൊരുക്കുക, അനധികൃത വാഹന പാർക്കിംഗ് ഒഴിവാക്കുക, റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുക, ഡ്രൈനേജ് സംവിധാനം ഐറിഷ് മോഡലാക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി വെട്ടിച്ചിറ, കാവുംപുറം എന്നീ റോഡുകളിലേക്ക് ബൈപ്പാസ് സംവിധാനം ഒരുക്കുക, ഉപയോഗശൂന്യമായ ടെലിഫോൺ പോസ്റ്ററുകൾ ഒഴിവാക്കുക, മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക, മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു. ചടങ്ങ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP കുഞ്ഞിമുഹമ്മദ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP ജാഫർ അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷെരീഫ ബഷീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജ്മത്ത്, മുൻ പ്രസിഡന്റുമാരായ AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, TP സജ്ന ടീച്ചർ, മെമ്പർമാരായ KP അനീസ്, TV റാബിയ, ശ്രീഹരി മുക്കടേക്കാട്, KP സുരേഷ് ബാബു, നെയ്ത്തൂർ കുഞ്ഞിമുഹമ്മദ്, റഷീദ് പാറമൽ, ഷംല ബഷീർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജയ്കുമാർ, PP ബഷീർ, KP ജമാൽ, അബൂബക്കർ തുറക്കൽ, നാസർ ചേരുങ്ങൽ, പ്രശാന്ത്, നിസാർ തോട്ടോളി, കുട്ടിപ്പ, സമീർ, സെയ്ദ്, പ്രദീപ്, വിവിധ വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.